ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താക്കുന്ന എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖം. നല്ല മഴയല്ലല്ലേ, അടിപൊളി മഴയും പിന്നെ നല്ല ചൂട് നല്ല പണ്ടത്തെ തരത്തിലുള്ള ഫുഡും അതെല്ലാം എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സമയമല്ലേ ഇപ്പോൾ അല്ലേ. അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഒരു ഫുഡിൻ്റെ റെസിപ്പിയും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടോക്ക്. അന്നു അർമാനും കാൽ തന്നെ സ്കൂളിലേക്ക് പോയിന്. ഒരു മദ്രസ ട്രിപ്പിൽ തന്നെ കാൽ തന്നെ പോകുന്നല്ലോ. ഇന്ന് ജമ്മുവിന് ഞാൻ അയച്ചിട്ടുണ്ടായിട്ട് അവൾക്ക് ചെറിയൊരു പനിയുണ്ട്, പിന്നെ നല്ല മഴയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി പനി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഓളിന്ന് അയച്ചിട്ടുണ്ടായിട്ട് എന്തായാലും അവളെ ഹോസ്പിറ്റലിലെല്ലാം കാണിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കാലത്തെ ചായപ്പരിപാടിയും കാര്യങ്ങളും ക്ലീനിങ്ങും നനക്കലും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ ഉച്ചകത്തെ പരിപാടിയിലേക്കാണ് കീഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചകത്തെ കറിയിലേക്ക് നമുക്ക് നല്ല വെള്ളരിക്ക ഇല്ലേ, അതും ചക്കക്കുരും വെള്ളപ്പയറും ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ കറിയെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നല്ല മഴയുള്ള സമയത്തല്ല അല്ലേ, നല്ല രസമല്ലേ ഇതും. പിന്നെ നല്ല തെരണ്ടി ഉണക്കില്ലേ അത് കാച്ചിയതും അതുപോലത്തെ കറിയെല്ലാം നല്ല രസമല്ലേ. പിന്നെ ഉണക്ക് മറ്റേ ഈ ചെമ്മീൻ ഉണ്ടാകുന്നില്ലേ അത്, ചമ്മന്തി അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി സമയമാണിപ്പോൾ. അങ്ങനെ വെള്ളരിക്ക മുറിച്ച് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് വെള്ളപ്പയറില്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളരിക്ക ഫുള്ളും കട്ടാക്കിയിട്ട് എടുത്തതിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചോറും തിളക്കുന്നുണ്ട്, അരിയെല്ലാം ഇട്ട് കൊടുത്തതിന്. അപ്പോൾ ഒരു വെള്ളരിക്ക ഫുള്ള് ഇട്ട് കൊടുത്തതിന്. അതേപോലെ തന്നെ ഒരു 10-15 ചക്കക്കുരു ഇല്ലേ അതും എടുത്തിന്. അപ്പോൾ ചക്കക്കുരു നമ്മളിങ്ങനെ നല്ല പൗത്ത ചക്ക കിട്ടിയ പാടെ തന്നെ അത് കవ్വാതെ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായില്ല. ചില ആൾക്കാർ ഫ്രിഡ്ജിലെല്ലാം വെക്കലുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം വെക്കാൻ. ഇനിയിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, ഉള്ളി, അതേപോലെ തന്നെ വെള്ളപ്പയർ ഒരു അരക്കപ്പിൻ്റെ അടുത്തെടുത്തിട്ടുണ്ടാവും. ഇനിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതലാണ് ഉണ്ടാവുക. ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതെൻ്റെ ഉമ്മ എല്ലാം ഉണ്ടാക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഈ ഒരു കറി. അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ ചക്കക്കുരു എല്ലാം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3-4 വിസിലടിപ്പിക്കണം. എന്താ പറയുക, വെള്ളപ്പയറുണ്ടല്ലോ. പിന്നെ വെള്ളപ്പയർ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് അയിലയും കറി വെക്കാനുണ്ട്. അതേപോലെ തന്നെ ഞണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കറിയാക്കണം. ഞണ്ട് കൈരുത്ത ഒരു മീൻ മേങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, കൈരുത്താരുന്ന എൻ്റെ പങ്കാണ്, ഒരു മീനെല്ലാം മേങ്ങാൻ പോകുമ്പോൾ നമുക്കും കൂടി മേങ്ങിയതാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ദുവാമോൾക്കുള്ള കഞ്ഞിയും എടുത്തു വെച്ചിന്. ദുവാമോൾക്ക് മാത്രമല്ല ജമ്മു ഉണ്ടല്ലോ, ജമ്മുവിന് പനിയെല്ലാം ആയതുകൊണ്ട് തന്നെ ഓൾക്കും കുറച്ച് കഞ്ഞി കൊടുക്കാൻ വിചാരിച്ച്. ഇപ്പോൾ ദുവാമോളെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഓരോ ഡ്രസ്സും കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കാൻ പറയാലാണ്. ഇതിപ്പോൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും, ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരു ഡ്രസ്സായിരിക്കും. ഇപ്പോഴത്തെ ഹോബി ഇതാന്നുള്ള. ജമ്മു മറ്റും വേറൊരു ഡ്രസ്സ് ഇട്ട് കണ്ടെങ്കിൽ അതുതന്നെ വേണം. ജമ്മുവിൻ്റെ വലിയ ഡ്രസ്സായാലും പ്രശ്നമില്ല, ഓൾക്ക് അതുതന്നെ വേണം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ രണ്ടാളെയും ഇരുത്തിയിട്ട് കുറച്ച് സമയം ഒന്ന് TV വെച്ച് കൊടുത്തിന്. അപ്പോൾ അതങ്ങനെ രണ്ടാളും കാണുന്നുണ്ട്. അങ്ങനെ മീനെല്ലാം ഞണ്ടെല്ലാം മുറിച്ചിട്ട് കൊണ്ടുവന്ന് അത് ക്ലീൻ ആക്കിയിട്ട് എടുത്തിന്. അയില അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിന്. അങ്ങനെ ഞണ്ട് മസാല ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ അയിലയില്ലേ അത് ഉമ്മ മുളക് കറിയും ആക്കീന്. പിന്നെ നമ്മളെ ചക്കക്കുരു, വെള്ളപ്പയർ, പിന്നത് വെള്ളരിക്കയില്ലേ അതവിടെ നല്ലോണം വെന്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ മുളക് പൊടി ഒരു സ്പൂൺ ഫസ്റ്റ് ഇട്ട് വെക്കുക, എന്നിട്ട് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അയിലൻ്റെ മുളക് കറി റെഡി ആയിന്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഈ ഒരു അയിലൻ്റെ മുളക് കറി. വലിയ പണിയൊന്നുമില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തള വരുന്നില്ലേ ആ ഒരു ടൈമിൽ ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക. മീൻ വെന്ത് കഴിഞ്ഞിട്ടായിട്ട് അതിലേക്ക് ലാസ്റ്റായിട്ട് വെളുത്തുള്ളിയും പിന്നെ കറിച്ചപ്പലയും കൂടി ഇങ്ങനെ ഒന്ന് കുത്തിയിടുന്നില്ലേ അങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് അതിൻ്റെ മേലെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പെട്ടെന്നാവും ചെയ്യും, അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ വെള്ളരിക്കാൻ ചക്കക്കുരുൻ്റെ കറിയില്ലേ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിന്. അപ്പോൾ അതവിടെ ചെറിയ തീയിൽ വെച്ച് തിളക്കുന്നുണ്ട്.
ഇനി ഇപ്പുറത്ത് നമ്മൾ ഞണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിന്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഞണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തത്. അതൊന്ന് ചെറുങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള ഉള്ളിയില ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിന്. കുറച്ച് കറിച്ചപ്പലയും ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ വെള്ളരിക്ക കറി വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. പയർ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളരിക്കയിൽ നിന്നും കുറച്ച് വെള്ളം വരുമല്ലോ, അപ്പോൾ അതവിടെ വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിന്. പിന്നെ ഇപ്പോൾ ഉള്ളിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയി നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്ന ടൈമിൽ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പം അങ്ങനെ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിന് കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ നമ്മൾ ഈ ഒരു കറിയിലേക്ക്, ഈ ഒരു വെള്ളരിക്ക കറിയിലേക്ക് കുറച്ച് പുളിയും കൂടി വെച്ച് കൊടുത്തിന്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഞണ്ട് മസാലയില്ലേ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞിട്ട് അരിയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ തീയെല്ലാം ഒന്ന് കുറച്ച് വെക്കണം. ആ ഒരു മസാലപ്പൊടിയൊന്നും കരിയാതെ നോക്കണം. ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുക. നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞണ്ടില്ലേ, അതിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു മസാലയും ഞണ്ടും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കണം. ഈ ഒരു ടൈമിൽ ഒന്ന് ടേസ്റ്റ് എല്ലാം നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഫസ്റ്റ് പെരിഞ്ചീരകം ഫുള്ളായിട്ടല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ കയ്യിൽ പെരിഞ്ചീരകം പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒരു വെള്ളരിക്കയും വെള്ളപ്പയറെല്ലാം കൂടി നല്ലോണം തളിച്ചിട്ട് കുറച്ചൊന്ന് വറ്റിയിട്ട് വന്നിന്. ഇനിയിലേക്ക് താളിച്ചിട്ട് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞി പാത്രം വെച്ചിന്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താക്കുക, കുറച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കുക. തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുവും കറിച്ചപ്പലയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് ഉണക്കമുളകില്ലേ അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കാവേ, അടിപൊളി ടേസ്റ്റാണ്. വെള്ളരിക്ക വെച്ചിട്ട് പല ടൈപ്പിലും കറികൾ ഉണ്ടാക്കുന്നില്ലേ മിക്സ് ആക്കിയിട്ട്. അപ്പോൾ ഈ ഒരു കോംബോ പൊളിയാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കുക. ഇതുവരെ ട്രൈ ആക്കാത്ത ആളെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ആക്കിയിട്ട് നോക്കാവേ. അങ്ങനെ നമ്മൾ കറിയെല്ലാം ഇട റെഡി ആയിന്. ഞണ്ട് മസാല ലാസ്റ്റ് ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞണ്ട് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ടായിട്ട് ഓഫാക്കാനെന്ന ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അത്രയും ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെയൊക്കെയും ചോറിൻ്റെയൊക്കെയും എല്ലാം പൊളിയാണ്. പിന്നെ അന്ന് നമുക്ക് അയിലക്കറിയും ഞണ്ട് കറിയും അതേപോലെ തന്നെ ആ ഒരു വെള്ളരിക്ക ചക്കക്കുരു എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലൊരു കറിയും അതും അച്ചാറും എല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. മഴയത്ത് ഇതുപോലത്തെ കറിയെല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ കൈരുത്താൻ അവിടെ നല്ല പുഴമീനിൻ്റെ കറിയാന്ന് തോന്നുന്നു. നല്ലൊരു കറിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്. അപ്പം അങ്ങനെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കലും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ വൈകുന്നേരമായി. മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് അങ്ങനെ തന്നെ ചായ കുടിക്കലാണ്. സ്കൂളില്ലെങ്കിലും അതേപോലെ തന്നെ മഴൻ്റെ ടൈമിലെല്ലാം ഇങ്ങനെ പിള്ളമാർക്കെല്ലാം കുറച്ചധികമല്ല പൈപ്പെല്ലാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് മറ്റേ മിൽക്ക് റസ്കിൻ്റെ പാത്രം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ജമ്മു ടി വി നോക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് തുന്നലാണ്. ദ്വാമോളൊക്കെ ഉണ്ടാ ജമ്മുവിൻ്റെ ഡ്രസ്സ് കൂട്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇതാന്ന് ഓൾക്ക്. ഓളെ ഡ്രസ്സൊന്നും ഓൾക്ക് ഇപ്പോൾ വേണ്ട, ജമ്മുവിൻ്റെ ഡ്രസ്സാണ് ഓൾക്ക് വേണ്ടത്. ഇതുപോലത്തെ ഫ്രോക്കെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓർക്കുള്ള കോഫിയും റെഡിയാക്കിന്. അപ്പുറത്ത് ചായയും റെഡിയാകുന്നുണ്ട്. ഞാൻ ചായ കുടിക്കലില്ല, കോഫിയോ അങ്ങനെ വേറെ എന്തെങ്കിലും കുടിക്കും. അത് വൈകുന്നേരം എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല വേണമെന്ന്. രാവിലെ എനിക്ക് അപ്പത്തിന് ഒന്നിച്ചിട്ട് നിർബന്ധമാണ്. കോഫിയോ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ കുടിക്കും.
അങ്ങനെ ഇനി ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ജമ്മുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ജമ്മു കണ്ട ഇപ്പോൾ ദുവാ മോക്കില്ലേ, ജമ്മുവിൻ്റെ ഷൂ ആയാലും ചെരുപ്പായാലും എല്ലാം ഓൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് ഓൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പിൻ്റെ മേലെ വെച്ചതാണ്. ഇപ്പോൾ മെയിൻ പരിപാടി അതന്നെ. ഇപ്പോൾ രണ്ടാളും അടി കൂടുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ദുവാമോക്ക് 2 വയസ്സായി. ഈ ഒരു പ്രായത്തിൽ അങ്ങനെയാന്ന് തോന്നുന്നല്ലേ. ആർക്കെങ്കിലും ഇതുപോലത്തെ കുഞ്ഞുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാവേ. അങ്ങനെ റിസ്ക്കും അതേപോലെ തന്നെ കോഫിയും കൂട്ടിയിട്ട് മക്കൾ കുടിക്കുന്നുണ്ട്. അപ്പുറത്ത് ഉപ്പാവും ചായ കുടിക്കുന്നുണ്ട്. ദുവാമോൾക്ക് അങ്ങനെ അധികം കോഫി കൊടുക്കലില്ല. ലൈറ്റായിട്ട് ഞാനങ്ങനെ എപ്പോഴെങ്കിലും എല്ലാം കൊടുക്കും. പാലിലേക്കല്ല, ഇപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ കോഫി ഇട്ടിട്ട് അവൾക്ക് ഞാൻ കൊടുക്കലുണ്ട്. ചായ ഒന്നും കൊടുക്കലില്ല. കോഫി അങ്ങനെ തന്നെ എപ്പോഴും കുടിക്കില്ല. ആ ഒരു ടേസ്റ്റ്, പാലിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് അങ്ങനെ. മക്കൾക്ക് ഇപ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റിൽ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പരിപാടി ഈ ഒരു തട്ട ഇട്ടിട്ട് നടക്കലാണ്. ഉമ്മാൻ്റെ ആയാലും എൻ്റെ ആയാലും തട്ട ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാൻ നടക്കണം. അതാണ് ഇപ്പോഴത്തെ വേറൊരു പരിപാടി. അങ്ങനെ പുറത്ത് നല്ല മഴയാണ്, അത് നോക്കിയിട്ട് നിൽക്കലാണിപ്പോൾ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ജമ്മുവിന് മാം ഹോം വർക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവൾ ബുക്കെല്ലാം എടുത്തിട്ട് ഇരിക്കലാണ്. അപ്പോൾ അതെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്തോളും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ആ ഒരു ടെൻഷനില്ല. അവൾക്ക് ആ ഒരു പറഞ്ഞതെല്ലാം കറക്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ഇതുണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു ഇങ്ങനെ നിർബന്ധിപ്പിച്ചിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എല്ലാം സ്വന്തമായിട്ട് ചെയ്തോളും. പിന്നെ അധികം ഇപ്പോൾ ഒരു ദിവസം ലീവായെങ്കിലെല്ലാം മാം അപ്പം തന്നെ വിളിച്ചിട്ട് നമ്മളോട് ഹോം വർക്ക് കൊടുത്തതും കാര്യങ്ങളും എല്ലാം ഒന്നെങ്കിലും ഗ്രൂപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ പേഴ്സണൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതും എല്ലാം മാം നമ്മളോട് പറഞ്ഞുതരും. അപ്പോൾ അതാകുമ്പോൾ മക്കൾക്ക് ലോഡായില്ലല്ലോ എഴുതാൻ. അന്ന് പറഞ്ഞത് അന്ന് തന്നെ എഴുതിയിട്ട് കഴിയുമല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും ഇല്ല. 2 ദിവസം ലീവായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദുവാമോളെ കാണാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകലാന്ന്. ഇപ്പോൾ ജമ്മുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകലാന്ന്. ഇനിയിപ്പോൾ പനി അധികം ഉണ്ടാന്ന് വിചാരിച്ചിട്ട്, അധികമൊന്നുമില്ല ഇപ്പോൾ, എന്നെങ്കിലും രാത്രിയാകുമ്പോൾ അല്ലേ പനിയെല്ലാം കൂടുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പനിൻ്റെ മരുന്നും ഉണ്ടായിട്ടാണ് പുരയിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകലാന്ന്. അടുത്ത് തന്നെയാണ്, തൊട്ട് മുട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ എന്ത് ചെറിയ കാര്യത്തിനായാലും നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോലെ. എന്താണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്ക് പോകാനുള്ള വണ്ടിയൊന്നും വേണ്ട. പിന്നെ നമ്മളെ പാലക്കുന്നിലായാലും ഒതുമയിലും എല്ലാം ഉണ്ട് ഹോസ്പിറ്റലിൽ. പ്രാടെല്ലാം നമുക്ക് പോകാൻ ആൾ വേണം, വണ്ടി വേണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം, പെട്ടെന്ന് വരാം. പിന്നെ അതുമ്പോൾ കൂട്ടാണ്ടെല്ലാം ദൂരം പോകുമ്പോൾ പിന്നെ കരച്ചിലാവുമല്ലോ. അടുത്താകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഞാനെപ്പോഴും മക്കളുടെ കാര്യത്തിനായാലും എൻ്റെ കാര്യത്തിനായാലും ഈ ഒരു ഡോക്ടർ തന്നെയാണ് കാണിക്കൽ. ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ പോലെയാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഡോക്ടറോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഡോക്ടർ അതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെ നല്ലൊരു മറുപടിയാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പം അടുത്തായതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ആയാലും ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണമായിട്ടുണ്ടെങ്കിൽ ഉപ്പാക്കെല്ലാം അന്ന് ഒരു ദിവസം അങ്ങനെ പെട്ടെന്ന് ക്ഷീണമെല്ലാമായിട്ട് ഡോക്ടർ പെട്ടെന്ന് ഓടിയിട്ട് വന്നിന്. അടുത്ത് തന്നെ അല്ലേ, അടുത്ത് വരുമ്പോൾ നമ്മൾ തൊട്ട് മുട്ടിയിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യത്തിനും എല്ലാം നല്ലൊരു ഹെൽപ്പായിട്ടുള്ളൊരു ഡോക്ടർ തന്നെയാണത്. കുറേ ആൾക്കാർ പറയല്ലേ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്നെല്ലാം. നമുക്കങ്ങനെയല്ല, മുറ്റത്തെ മുല്ലേക്ക് നല്ല മണമാണ്. എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ തന്നെ പനിയെല്ലാം പെട്ടെന്ന് പോകുകയും ചെയ്യുന്നു. പിന്നെ അത് ഇപ്പോൾ പവറുള്ള മരുന്ന് കൊടുക്കുന്നതിനുണ്ടായിരിക്കും അത് പോകുന്നതെന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അതപ്പൊന്നും തിരിച്ചു വരുന്നില്ല. പിന്നെ കുറേ നാൾ വരെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ മഴയെല്ലാം ആകുമ്പോൾ പിന്നെ ആർക്കെങ്കിലും സ്കൂളിൽ ഇപ്പോൾ മക്കൾക്ക് പനിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പകരുന്നിട്ട് അങ്ങനെയല്ലേ മക്കൾക്ക് പനി വരുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ പനിൻ്റെ മരുന്ന് കൊടുത്തോണ്ടിരിക്കും, അപ്പോൾ പനി കുറയും, അത് നിർത്തിയിട്ടാകുമ്പോൾ പനി വരില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മാഷാ അല്ലാഹ് നല്ല സുഖമാണ് ചെയ്യുന്നത്. ദുവാമോൾക്ക് ഞാൻ പോയ ഒരു കൂസലും ഇല്ല. ഓള് നല്ലോണം കളിക്കുന്നുണ്ട്. ഓൾക്ക് ഉമ്മാനെയും ഉപ്പാനെയും വലിയ കാര്യമാണ്. ഓൾക്ക് എനിക്ക് തോന്നിയപ്പോൾ എന്നെക്കാൾ ഇഷ്ടം പറയാമെന്ന്. എന്താണെന്നുണ്ടെങ്കിൽ രാത്രി ഇപ്പോൾ ഓൾക്കിങ്ങനെ ഈ പാൽ കൂടി മതിയാക്കിയതിന് ശേഷം ഉറങ്ങി എണീച്ചാൽ പെട്ടെന്ന് ഓളിങ്ങനെ ചോദിക്കുന്നത് മാമ ഉബ്ബാന്നാണ്, ഉബ്ബാന് മാമാൻ്റെ അടുത്ത് പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവളിപ്പോൾ പരിപാടി. അങ്ങനെ രാത്രിയിലത്തെല്ലാം കണ്ടല്ലോ ദോശയും പിന്നെ ഉച്ചയ്ക്ക് മീൻ പരിക്കി വെച്ചിട്ടുണ്ടായിട്ട് അത് ഫ്രൈ ആക്കിയതും
അങ്ങനെയെല്ലാം രാത്രി പിന്നെ ഉച്ചത്തെ കറിയും എല്ലാം ഉണ്ടായിന്. അങ്ങനെ രാത്രിയിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉറങ്ങാൻ പോകാൻ നിൽക്കുമ്പോഴാണ് ദുവാമോൾ പറയുന്നത് കേക്ക് വേണമെന്ന്. കേക്ക് വേണമെന്നിട്ട് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഞാൻ എന്താക്കി ലാസ്റ്റ് കേക്കിൻ്റെ ടിന്ന് ഓൾ തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്നോട് പറയുന്നത് കേക്ക് വേണമെന്ന്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. രാവിലെ ഞാൻ എപ്പോഴും മോൾക്ക് ഉണക്കമുന്തിരി കൊടുക്കലുണ്ട്. ഓൾക്ക് ഈ പുറത്ത് പോകുന്ന പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായത് ഈ ഉണക്കമുന്തിരിയാണ്. എനിക്ക് തോന്നുന്നത് അത് കൊടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു മാറ്റമാണ് തോന്നിയത്. ഇപ്പോൾ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് അതെല്ലാം ശരിയായി. നിങ്ങളുള്ള ഡ്രസ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നിരത്തിട്ടിട്ടുണ്ടായ ഡ്രസ്സല്ലല്ലോ, വേറെ ഡ്രസ്സ് പിന്നെയും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മഴക്കാലമല്ല, അതെല്ലാം ഇപ്പോൾ ഓൾക്കറിയില്ലല്ലോ അല്ലേ. എത്ര ഉണക്കിയിട്ടിട്ടുണ്ടെങ്കിലും പുറത്ത് നല്ല മഴ ആയിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയേയില്ല ഡ്രസ്സ്, അങ്ങനെ തന്നെ ഉണ്ടാവും. ചെറിയൊരു വെയിൽ വന്നാൽ പുറത്തിടലും ഉള്ളിലിടലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക. ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും ആക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മക്കളെ സൗണ്ട് ഭയങ്കരത്തിൽ കേൾക്കുന്നുണ്ടാവും അല്ലേ. ഞാനത് ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എന്നിട്ട് വോയിസ് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെയും കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ലേറ്റാണ്. ഇതന്നെ കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും സോറി എല്ലാവരോടും.